പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 28 ശനി. പ്രധാന വാർത്തകൾ. സൂർ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രക്ഷിതാക്കളെ ഡയറക്ടർ ബോർഡും കൈയൊഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 1 റിയാൽ വീതം വർദ്ധിപ്പിച്ച ഫീസ് നടപ്പ് അധ്യയന വർഷത്തിൽ 2 റിയാലാണ് കൂട്ടിയത്. ഫീസ് വർധനവിനെതിരെ രക്ഷിതാക്കൾ ഒരു ഭീമ ഹർജി സമർപ്പിക്കുകയും തുടർന്ന് മാനേജ്മെന്റ് രക്ഷിതാക്കളുമായി ഏപ്രിൽ 30 യോഗം സംഘടിപ്പിക്കുകയും SMC 1 റിയാൽ കുറയ്ക്കാമെന്ന് വാക്കു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ രക്ഷകർത്താക്കളുടെ ആവശ്യം പാടെ നിരസിക്കുകയും ഉറപ്പു പറഞ്ഞ് 1 റിയാൽ പോലും കുറയ്ക്കാനും തയ്യാറായില്ല. രക്ഷകർത്താക്കൾ വീണ്ടും ഒരു ഭീമ ഹർജി കൂടി സൂർ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റിനും ഡയറക്ടർ ബോർഡിനും നൽകി. തുടർന്ന് രക്ഷിതാക്കളുടെ പ്രതിനിധികൾ മസ്കത്തിൽ ഡയറക്ടർ ബോർഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തി. തീരുമാനമെടുക്കാൻ 10 ദിവസത്തെ സമയം ചോദിച്ച ബോർഡ് പിന്നീട് ഫീസ് വർധനവിന് അംഗീകാരം നൽകുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. തികച്ചും സാധാരണക്കാർ ധാരാളമുള്ള സൂർ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഭൂരിഭാഗവും ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. കുടുംബവുമായി ഒരുമിച്ച് കഴിയുക എന്ന ആഗ്രഹത്താലാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും കുറഞ്ഞ വേതനത്തിലും കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുവാൻ നിർബന്ധിതരാകുന്നത്. ഉയർന്ന വരുമാനത്തിൽ ജോലി ചെയ്യുന്ന മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ വരുമാനവുമായി തങ്ങളെ താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന ആക്ഷേപവും ഉണ്ട്. പൊതുജനങ്ങളുമായി ഒരു തരത്തിലും സമ്പർക്കം പുലർത്തുന്നവരല്ല ഇപ്പോൾ ഉള്ള മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ. സാധാരണക്കാരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കാനോ കാണാനോ കഴിയാത്തവർക്ക് എങ്ങനെ രക്ഷിതാക്കളുടെ ഫീസ് വർധന മൂലമുള്ള ആവലാതി കാണാൻ സാധിക്കും എന്നാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയ വിജയം ആഘോഷിച്ച് UDF സലാല. IOC ഒമാൻ കേരള ചാപ്റ്ററും KMCC സലാലയും ചേർന്ന് ഒരുക്കിയ പരിപാടിയിൽ സലാലയിലെ UDF പ്രവർത്തകർ പങ്കെടുത്തു. KMCC ജനറൽ സെക്രട്ടറി റഷീദ് കൽപ്പറ്റ സ്വാഗതം ചെയ്തു. IOC ഒമാൻ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നിഷ്താർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ദാഖിലിയയിൽ നഗരസഭാ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെയും സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കടകളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളടക്കം വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. കേടുവന്നതും പഴകിയതുമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച കടകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അധികൃതർ സ്വീകരിച്ചത്. തൊഴിലാളികൾക്കിടയിൽ മധ്യാഹ്ന വിശ്രമം സംബന്ധിച്ച് വ്യാപക ബോധവൽക്കരണവുമായി അധികൃതർ രാജ്യത്തെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ നിർമ്മാണ ജോലിക്കാരിൽ ഉൾപ്പെടെയാണ് ബോധവൽക്കരണം നടത്തുന്നത്. വിശ്രമത്തിന്റെ സമയം, പ്രാധാന്യം, സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിലാണ് അവബോധമുണ്ടാക്കുന്നത്. ജൂൺ 1 ആരംഭിച്ച മധ്യാഹ്ന വിശ്രമം ഓഗസ്റ്റ് 30 വരെ തുടരും. ഒമാൻ തൊഴിൽ നിയമം ആർട്ടിക്കിൾ 16 പ്രകാരം ഈ കാലയളവിൽ പുറത്ത് ജോലി എടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കൽ നിർബന്ധമാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. തൊഴിലാളികളുടെ ആരോഗ്യ, തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകുന്നത്. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ തുറസായ സ്ഥലങ്ങളിൽ ഉച്ചസമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണ്. ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം കമ്പനികൾക്ക് നിയമം നടപ്പാക്കുന്നതിന് കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. വിശ്രമ സൗകര്യം ഒരുക്കാനും കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. നിയമം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണെന്ന് മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഗൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിന്റെ സെഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള തുടർ ചർച്ചകൾ മജ്ലിസ് ഷൂറയിൽ 2ാം ദിനവും തുടർന്നു. രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വ്യാപാര വ്യവസായ മേഖലകളിലെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും തന്ത്രങ്ങളും നയങ്ങളും ഊർജിതമാക്കേണ്ടതിന്റെ ആവശ്യകത കൗൺസിൽ അംഗങ്ങൾ ഉയർത്തിക്കാട്ടി.
ദ്രുതഗതിയിലുള്ള വളർച്ച കണക്കിലെടുത്ത് ഉൽപാദന മേഖലയിലെ സ്വദേശീവൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ശൂറയിൽ ആവശ്യമുയർന്നു. സ്വദേശി പ്രതിഭകളെ ആകർഷിക്കുന്നതിന് വ്യാവസായിക കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അംഗങ്ങൾ ഊന്നി പറഞ്ഞു. മുടങ്ങിക്കിടക്കുന്ന വ്യാവസായിക പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി ദേശീയ കേന്ദ്രം സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നുവന്നു. പ്രാദേശിക കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനും ലൈസൻസിംഗ്, പേയ്മെന്റ്, ഡെലിവറി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുമായി മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ഏകീകൃത ഇ-കൊമേഴ്സ് പോർട്ടൽ സ്ഥാപിക്കുന്നതിനുള്ള ആശയവും ശൂറ കൗൺസിൽ പങ്കുവച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ മത്ര വിലായത്തിൽ നിന്നും 45 കിലോ ഹെറോയിനും സൈക്കോട്രോപിക് ഗുളികകളുമായി 4 പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അഫ്ഗാൻ പൗരന്മാരാണ് പിടിയിലായത്. കടത്താനും ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു മയക്കുമരുന്ന് കൈവശം വെച്ചതെന്നും അധികൃതർ പറഞ്ഞു. ജനറൽ ഡയറക്ടറേറ്റ് ഫോർ കോംബാറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും പോലീസ് അറിയിച്ചു. മസ്കത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽ ഖുവൈർ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിനോട് ചേർന്നുള്ള സർവീസ് റോഡ് ഘട്ടം ഘട്ടമായി അടച്ചിടുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചവരെയാണ് ആദ്യഘട്ടത്തിൽ അടച്ചിടുക. പിന്നീട് തിങ്കളാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെയും അടച്ചിടൽ തുടരും. വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന കളികൾക്ക് മുമ്പായി ദേശീയ ക്യാമ്പ് സലാലയിൽ നടക്കും. ജൂൺ 29 മുതൽ ജൂലൈ 1 വരെ നടക്കുന്ന ക്യാമ്പിനുള്ള 30 അംഗ സ്ക്വാഡിനെ പരിശീലകൻ റഷീദ് ജാബിർ പ്രഖ്യാപിച്ചു. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങളെ കൂടി ക്യാമ്പിലേക്ക് വിളിയെത്തിയിട്ടുണ്ട്. തെക്കൻ ഷർക്കിയയിലെ വിവിധ ടീമുകൾ മാറ്റുരച്ച ഷർക്കിയ പ്രീമിയർ ലീഗ് 2024-25 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചങ്സ് 11 ചാമ്പ്യന്മാരായി. ഫൈനലിൽ എൻഹാൻസ് അൽ കാമിലിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത എൻഹാസ് അൽ കാമിൽ നിശ്ചിത ഓവറിൽ 136 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ചങ്സ് 11 13.2 ഓവറിൽ വിജയം കണ്ടു. ചങ്സ് 11 വേണ്ടി ദിപിൻ മാത്യു 41 ബോളിൽ 71 റൺസും ശ്രീജിത്ത് 20 ബാളിൽ 37 റൺസും 2 വിക്കറ്റും നേടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.